കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാരെ മയിലിൽ വെച്ച് ആക്രമിച്ചു എന്നാരോപിച്ചാണ് സമരം. മുമ്മൂസ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചതായാണ് പരാതി. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനും കേസെടുത്തു. 8-6 വെച്ച് ITM കോളേജ് വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പല സ്ഥലങ്ങളിലേക്കും പുറപ്പെടുന്ന ആളുകൾ പാതി വഴിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുക എന്നുള്ളത് തന്നെ ഇത്ര ഒരു എമർജൻസി സർവീസായിട്ടുള്ള ഈ പണിമുടക്ക് തികച്ചും നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷെ അത് മുൻകൂട്ടി ഒരു ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കുറച്ച് ബോധവും ഉണ്ടാവും. ഇതിപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ബസ്സിലാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ബസ്സില്ല. ഇതിപ്പം നിങ്ങളാണ് പറയുന്നത് ഇങ്ങനെ സമരം. മറ്റ് ജനങ്ങളായിട്ടുള്ള യാതൊരു ഇതുമില്ല. ഇവർക്ക് കണ്ണൂർ പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ ബസ് സമരം ഏറ്റവും ജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നമാണ്. ബസ്സിനല്ല, ബസ്, ട്രെയിന്, ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷ, മിന്നൽ സമരങ്ങൾ ജനങ്ങളെ കൂടുതൽ ബാധിക്കുന്നു. ഞാൻ കണ്ണൂരേക്ക് പോകാൻ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബസ്സില്ല. ഇവിടെ ശ്രീനഗരത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു മയിൽ ബസ്സിനാ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ബസ്സില്ല. ഇപ്പം ഞാൻ സമരമായിരുന്നു, ഞാനും അറിയില്ല. അപ്പോൾ ഇവളും അങ്ങനെ ഇവളെ വീട്ടിലേക്ക് പോകാൻ പഠിക്കുക. എൻ്റെ വീട്ടിൽ അയൽവക്കത്താ. അങ്ങനെ ബസ്സില്ലാണ്ട് ഓൾ നിൽക്കുന്നു. ഇപ്പം എന്താ ഇപ്പം ചെയ്യാം? ബുദ്ധിമുട്ടാണ് മിന്നൽ സമരം. പക്ഷെ കുട്ടികളെ എടുക്കാണ്ട് പോകുന്നത് അതും ഒരു ബുദ്ധിമുട്ടല്ലേ. കുട്ടികളെ നമ്മളെടുത്തിനെങ്കിൽ അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റൂലേ. അതൊരു ബുദ്ധിമുട്ട് തന്നെ. പിന്നെ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ പോവും വരും ചെയ്യുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. ഒന്നും സമരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കുട്ടികളെ എടുക്കാണ്ട് പോകാൻ പാടില്ലല്ലോ. കുട്ടിയൊക്കെ ഇപ്പം വേറെ പോകാൻ പറ്റൂലല്ലോ. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ നടത്തുന്ന ഈ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് യാത്രക്കാരെ വളരെയധികം വലച്ചുവെന്നാണ് ഈ യാത്രക്കാരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ഇന്ന് രാവിലെ മുതലാണ് ആരംഭിച്ചത്. ബസ് ജീവനക്കാരെ മയിൽ വെച്ച് ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നത്. മുമ്മൂസ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചു എന്നതാണ് പരാതി. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിന് മയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. 8-6 വെച്ചാണ് ഈ ITM കോളേജ് വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം വരുന്നത്. അതിനിടയിലാണ് ഈ ബസ് ജീവനക്കാരെ മയിൽ വെച്ച് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. പരീക്ഷാ കാലമാണ്, വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ആകെ ഉണ്ടായത്. ഇന്നലെ രാത്രി ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് ഈ ബസ് സമരം ഈ തൊഴിലാളികൾ പ്രഖ്യാപിക്കുന്നത്. സംഘടനകളുടെ പിൻബലമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടന്നത്. ഒരു സംഘടനയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. തൊഴിലാളികൾ സ്വമേധയാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. ഇന്നലെ തന്നെ മയിൽ ഇൻസ്പെക്ടർ PC സഞ്ജയ് കുമാർ ഈ ബസ് തൊഴിലാളികളോട് സമരം നടത്തരുത്, പരീക്ഷാക്കാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെയാണ് ഈ മിന്നൽ പണിമുടക്ക് നടത്തിയിട്ടുള്ളത്. ബസ് ജീവനക്കാർ പറയുന്നത് തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു, തങ്ങളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മിന്നൽ പണിമുടക്ക് അവർ നടത്തുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ മയിലെ ITM കോളേജ് വിദ്യാർത്ഥിയായ അനീസിനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവർ പറയുന്നത് അവിടെ ഈ ബസ് നിർത്താതെ വിദ്യാർത്ഥികളെ കയറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയിരുന്നില്ല. അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 4:10 ITM കോളേജിന് മുന്നിൽ ബസ് നിർത്തി അവിടെ നിൽക്കുകയായിരുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇവർ തട്ടിക്കയറുകയാണ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതിൽ കാണുന്നത് ഈ 3 ബസ് ജീവനക്കാർ ഈ വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് പോയി ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം
ശേഷം ഈ വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികൾ ഓടിക്കൂടുന്നുണ്ട്. ഈ സംഭവം അവിടെ കഴിഞ്ഞതിന് ശേഷം മയ്യിൽ ടൗണിൽ വെച്ചാണ് ഈ ബസ് ജീവനക്കാരെ മർദ്ദിച്ചു എന്നതായ ഒരു പരാതി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ മിന്നൽ പണിമുടക്ക് നടക്കുന്നത്. മിന്നൽ പണിമുടക്കിൽ വലിയ തോതിലുള്ള പ്രയാസം അനുഭവപ്പെട്ടത് ഈ വിദ്യാർത്ഥികൾക്കാണ്. SSLC പരീക്ഷയടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികൾക്കെല്ലാം പരീക്ഷയാണ്. അപ്പോൾ സ്കൂളുകളിലേക്കും മറ്റും എത്താൻ കഴിയാതെ വിദ്യാർത്ഥികൾ പാടുപെടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഉണ്ടായിരുന്നത്. വലിയ തോതിലുള്ള പ്രയാസം യാത്രക്കാർ നേരിട്ടു. കാരണം ഇന്നലെ രാത്രി പെട്ടെന്നാണ് ഈ സമരം പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ബസ്സുകളൊക്കെ തന്നെ സർവീസ് നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞുകൊണ്ട് നാടാകെ ഈ ജനങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മയ്യിൽ, തളിപ്പറമ്പ്, അതോടൊപ്പം തന്നെ കടൂർ റൂട്ടിലോട് ഓടുന്ന ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ കാട്ടാമ്പള്ളി റൂട്ടിലോടുന്ന ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിയത് യാത്രക്കാരെ ഒന്നടങ്കം വലച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മയ്യിൽ ഇൻസ്പെക്ടർ PC സഞ്ജയ് കുമാർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മയ്യിൽ പോലീസ് സ്റ്റേഷനിലാണ് ചർച്ച നടക്കുക. അടിയന്തരമായി സമരം പിൻവലിക്കണം എന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംഘടനകളും ഇതേ രീതിയിൽ തന്നെയാണ്. ബസ് ഉടമകളുടെ സംഘടനകളും തൊഴിലാളികളുടെ സംഘടനകളും ഒക്കെ തന്നെ ഈ സമരത്തിന് എതിരാണ്. മിന്നൽ പണിമുടക്ക് നടത്തുന്നതോട് യോജിപ്പില്ല എന്നാണ് ഈ സംഘടനകളും വ്യക്തമാക്കുന്നത്. എന്നാൽ തൊഴിലാളികൾ പറയുന്നത് തങ്ങൾക്ക് സ്വൈര്യമായി തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. കൃഷ്ണേന്ദു.